നമസ്കാരം. 1 PM ന്യൂസിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതികളുടെ വീടുകളിൽ പോലീസ് പരിശോധന. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ വിശ്വസ്തൻ ടിനു യാദവ് ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലാണ് പരിശോധന. സുരക്ഷാ വീഴ്ചയിൽ പോലീസിന്റെ വയർലെസ് വിഭാഗം ഉദ്യോഗസ്ഥൻ അർജുൻ ദേവിനെ SIT ചോദ്യം ചെയ്യും. വിനീത VG വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അറസ്റ്റിലായ 8 പ്രതികളുടെയും വീടുകളിലാണ് ഒരേ സമയം അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ടിനു യാദവ്, അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും ഡ്രൈവറുമായിരുന്നു. ഈ ടിനു യാദവ് അടക്കമുള്ള പ്രതികളുടെ വീടുകളിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ഒപ്പം തന്നെ ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ വിവരങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രതികളിൽ നിന്ന് 8 പ്രതികളിൽ നിന്ന് ഇതിനോടകം തന്നെ 80 ലക്ഷം രൂപ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ കഴിയുകയും അവരെ വീണ്ടും കോടതിയിൽ ഹാജരാക്കേണ്ടതുമായിട്ടുണ്ട്. അതിന് മുന്നോടിയാണ് ഇത്തരത്തിലേക്കൊരു നിർണായക നീക്കം അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഈ പ്രതികളിൽ നിന്ന് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട, ഈ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ തട്ടിപ്പ് എങ്ങനെ നടത്തിയെന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ടിനു യാദവ് അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയതായിട്ടുള്ള വിവരങ്ങളും നമുക്ക് നേരത്തെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ജീവനക്കാരായി എത്തിയതിനു ശേഷം ഈ പ്രതികൾ പലരും അവിടെ വലിയ ഭൂമി ഇടപാടുകൾ നടത്തിയതായും ഈ ക്ഷേത്രത്തിൽ പണം എണ്ണി തിട്ടപ്പെടുത്താനൊക്കെ എത്തിയ ജീവനക്കാർ പിന്നീട് അവരുടെ ബന്ധുക്കളെ അടക്കം ആ ചുമതലയിലേക്ക് കൊണ്ടുവരികയും അവർ ഈ അയോധ്യയിൽ വീടും മറ്റും വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ടിനു യാദവ് തന്നെ 40 ലക്ഷം രൂപ വില മതിക്കുന്ന വീട് ഈ അയോധ്യയിൽ വാങ്ങിയതായും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ വീടുകളിലേക്കടക്കം അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ഒപ്പം ബന്ധുക്കളുടെ അടക്കമുള്ളവരുടെ മൊഴി വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ അന്വേഷണത്തിലേക്ക് വരികയാണെങ്കിൽ സുരക്ഷാ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ചയുണ്ടായതായിട്ടാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അർജുൻ യാദവ് എന്ന പോലീസിന്റെ ചുമതലയിലുള്ള ആളാണ്. അദ്ദേഹത്തിന് അവിടെ ഈ CCTV ദൃശ്യങ്ങളും മറ്റും കൃത്യമായി പരിശോധിക്കുന്ന വയർലൻസിന്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഇദ്ദേഹം ഈ ട്രസ്റ്റിന്റെ കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ടിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അർജുനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉന്മേഷ്. ശരി, വിനീത VG ആണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിൽ മുന്നണിയിലും പാർട്ടിയിലും അതൃപ്തി തുടരുന്നതിനിടെ അനന്തയ നീക്കങ്ങൾ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ധനബില്ലിൽ നികുതി ഘടന ഉൾപ്പെടുത്തിയെങ്കിലും മദ്യവിൽപ്പനയിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം എന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. നികുതി ഇളവ് ധനബില്ലിൽ ഉൾപ്പെടുത്തിയെങ്കിലും ചർച്ചകൾ തുടരുമെന്ന് മന്ത്രി K മുരളീധരൻ. ഞങ്ങൾ പറയുന്നത് അത് വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ഹാനി കൂടാതെയുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് സർക്കാർ ഉദ്ദേശിച്ചത്. ഉദ്ദേശം സതുദ്ദേശപരമാണ്. അതിനെ പ്രതിപക്ഷം ദുരുദ്ദേശത്തിൽ കാണുന്നത് ദൗർഭാഗ്യകരമാണ്. ഏതായാലും സ്പിരിറ്റ് കലക്കി കൊടുക്കുന്ന ആ സിസ്റ്റം ഇല്ല. മദ്യനയം പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ധനബിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂവെന്ന് CPIM നേതാവ് AK ബാലൻ. മദ്യനയം പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതി നിർദ്ദേശങ്ങൾ പിൻവലിച്ചുകൊണ്ടുമായിരിക്കണം അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ ധനബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട VM സുധീരൻ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി. അപ്പോൾ സാധാരണ നിലയിൽ മേൽക്കൂര കെട്ടിയതിന് ശേഷം അടിത്തറ പാകാം എന്ന് പറയുന്നതിന് സമമാണിത്. ഷഫീദ് റാവത്ത് ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ മുന്നണിയിലും ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതെന്ന എന്നാണോ ഷഫീദ്? ഇക്കാര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയതൊരു സമവായ നീക്കമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഇക്കാര്യത്തിലെ കോൺഗ്രസിന്റെ അടക്കമുള്ള ന്യായീകരണം, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. VM സുധീരൻ ഇക്കാര്യത്തിൽ വലിയ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. മാത്രവുമല്ല, ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഘടന അത് ധനബില്ലിൽ വരരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുകയും ഇന്നലെ പുറത്തിറങ്ങിയ ഫിനാൻസ് ബില്ലിന്റെ കരടിൽ അതിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജൂലൈ 1 നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ധനബില്ലിൽ ഈ നികുതി ഇളവടക്കമുള്ള
കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷേ അപ്പോഴും ഈ UDF അടക്കം ചർച്ച ചെയ്യാം. നിലവിലിപ്പോൾ അങ്ങനെ നികുതി ഇളവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ UDF കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് VD സതീശന്റെ ഉറപ്പ്. മാത്രമല്ല എക്സൈസ് ആണ് ഇക്കാര്യത്തിൽ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ സർക്കാർ പറയുന്നുമുണ്ട്. ഏതായാലും ആ രീതിയിൽ അങ്ങനെ നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ഉറപ്പിന്മേലാണ് നിലവിലിപ്പോൾ ഈ സമവായ നീക്കമടക്കമുള്ള കാര്യങ്ങൾ പോകുന്നത്. VM സുധീരനാകട്ടെ ബില്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വിശദമായ ആലോചനയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. ആ സാഹചര്യം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ UDF എന്ന് ചേരും, അതല്ലെങ്കിൽ UDF ചേരുന്ന തീരുമാനമടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ BJPക്ക് ആശ്വാസമായി പ്രതിപക്ഷത്തെ ഭിന്നത. UDF പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തയ്യാറില്ലെന്ന് CPIM വ്യക്തമാക്കി. BJP LDF ഒത്തുകളിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ചർച്ചയ്ക്ക് LDF തയ്യാറായില്ലെന്ന് KS ശബരിനാഥൻ. അവിശ്വാസ നീക്കം പാളിയതോടെ പ്രതിപക്ഷത്തെ പരിഹസിച്ച് മേയർ VV രാജേഷ് രംഗത്തെത്തി. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, അപ്പോൾ ഈ ആവശ്യമായ പിന്തുണ ലഭിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണല്ലോ. അവിശ്വാസ പ്രമേയം പാളി എന്ന് തന്നെ കരുതാമല്ലേ റിനു? തീർച്ചയായും. പക്ഷേ എങ്കിൽ പോലും നാളെ നടക്കുന്ന കൗൺസിൽ യോഗത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ ഈ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ UDFന്റെ തീരുമാനം. LDF ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പിന്തുണച്ച് ചർച്ചയ്ക്കെങ്കിലും പങ്കെടുക്കുമായിരുന്നു എന്നുള്ളതാണ് ശബരിനാഥൻ അടക്കം ഉള്ള UDF നേതാക്കൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ വി ജോയ് ജില്ലാ സെക്രട്ടറി അടക്കം കൃത്യമായി നിലപാട് അറിയിച്ചിട്ടുണ്ട്, കോൺഗ്രസിനൊപ്പം നിൽക്കില്ല എന്നുള്ളത്. എന്തായാലും BJPയും അതുപോലെ തന്നെ LDFും തമ്മിലുള്ള ഒരു സമവായമാണ് അല്ലെങ്കിൽ കൂട്ടാണ് ഇതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേസമയം നാളെ നിർണായകമായിട്ടുള്ള കൗൺസിൽ യോഗം നടക്കുന്നു. കഴിഞ്ഞ ദിവസം മേയറെ ക്യാബിനിൽ പോലും കടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ LDFന്റെ ഭാഗത്തുനിന്നുണ്ടായി. നാളെ അത് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം UDF വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കൂടി സംഘടിപ്പിക്കുകയാണ്. VV രാജേഷ് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു പ്രതികരണം ഒരു കാരണവശാലും അത് നടക്കില്ല എന്നുള്ളതാണ്. പരിഹാസത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിനാഥൻ ഒരു ആന്തൂറിയം പൂവുമായി മഴയത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. പക്ഷേ SP ദീപക് അത് വാങ്ങുന്നില്ല, പകരം അവലൂസുണ്ട നൽകുന്നില്ല എന്നുള്ളതാണ്. വി ജോയ് അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു പരിഹാസ സ്വരമാണ് VV രാജേഷ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചത്. ഉന്മേഷ്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിലെ പ്രതികരണങ്ങളിലേക്ക് ഇനി. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഭരണസ്തംഭനം എല്ലാവർക്കും അറിയാം. ഇത്രയധികം മോശപ്പെട്ടൊരു പ്രവർത്തനം നഗരസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാപ്പ കേസിലെ പ്രതി കൗൺസിലറായി തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ഒരു മാസമായി LDF നിരന്തരമായ സമരത്തിൽ നിൽക്കുകയാണ്. ഒരു ദിവസം പോലും UDF അതിനെതിരായിട്ടൊരു സമരരംഗത്തേക്ക് വന്നില്ല. ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അവിശ്വാസം കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. UDF അവിശ്വാസം കൊടുക്കുന്നത് കൊണ്ട് LDF പിന്തുണയ്ക്കണം എന്നതിനെ സംബന്ധിച്ച് അതൊരു നയപരമായ പ്രശ്നമാണ്. ആ നയപരമായ പ്രശ്നങ്ങളിൽ അങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല. ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു തീരുമാനം പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളോടത് പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്കിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്നാൽ ഭാവിയിൽ അങ്ങനെ ആകില്ല. 4 മണിക്കൂർ ചർച്ചയിൽ പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ അക്കമിട്ട് നിരത്താം, ഭരണപക്ഷത്തിന് മറുപടി പറയാം. അപ്പോൾ ക്രിയാത്മകമായിട്ടുള്ള ചർച്ച നടക്കും എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ പറയുന്നത്. ആദ്യം ചർച്ചയാണ്. ആ ചർച്ചയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ LDFനെ സ്വാഗതം ചെയ്യുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ LDFന് വോട്ടെടുപ്പിന് പങ്കെടുക്കാതെ പോകാം, അവിശ്വാസം തള്ളിക്കോളും. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ട് LDF വിമുഖത കാണിക്കുന്നുള്ളതാണ് ചോദ്യം. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ചർച്ചയിൽ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നത്. ശബരിനാഥ് പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ആന്തോറിയം പൂ പറിച്ച് അങ്ങോട്ട് നീക്കിട്ടുമ്പോൾ ദീപക് അടുക്കളയിൽ നിന്ന് ഒരു അവലോസുണ്ട ഇങ്ങോട്ട് കൊടുക്കും. ഇതായിരുന്നു എഗ്രിമെൻറ്റ്. ഇപ്പം ശബരിനാഥൻ ഒരാഴ്ചയായിട്ട് മഴയത്ത് ആന്തോറിയം പൂ കൊണ്ട് നിൽക്കുകയാണ്. ദീപക് ഇതുവരെ അവലോസുണ്ട കൊടുത്തിട്ടുമില്ല. ഒരു മുൻ മന്ത്രി ദീപകിനെ നിർബന്ധിക്കുകയാണ്, അവലോസുണ്ട കൊടുക്കൂ. അപ്പോൾ ജോയ് പുറകോട്ട് വിളിക്കുകയാണ്, CPI ജില്ലാ സെക്രട്ടറി, കൊടുക്കരുതേ എന്ന്. ഇവർ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത പ്ലാൻ പറയാമായിരുന്നു. അപ്പോൾ ഈ സീനാണ് ഇപ്പോൾ. ആന്തോറിയം പൂവും അവലോസുണ്ടയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ആന്തോറിയം പൂ വാങ്ങിച്ച് ശബരിനാഥനെ മഴയത്തൊന്ന് രക്ഷിക്കണമെന്നാണ് ദീപകിനോട് പറയാനുള്ളത്. സർക്കാർ പാനൽ തള്ളി കാർഷിക സർവകലാശാലയിലും താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ചതോടെ സർക്കാർ ഗവർണർ പോർമുഖം. MG സർവകലാശാലയ്ക്ക് പിന്നാലെ കാർഷിക സർവകലാശാലയിലും BJP ബന്ധമുള്ള VC നിയമിച്ചതിൽ സർക്കാർ കടുത്ത അതൃപ്തിയിലാണ്. അധ്യാപക പരിഷത്ത് നേതാവ് ഡോക്ടർ T സജിത റാണിയെ താൽക്കാലിക VC ആക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് കൃഷിമന്ത്രി T സിദ്ദിഖ്.
ആക്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ പ്രോ ചാൻസലർ എന്നുള്ളതാണ്. ഈ പ്രോ ചാൻസലർ എന്നുള്ളത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഇൻ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന വാക്കിന് നിയമപരമായും ജനാധിപത്യത്തിൻ്റെ ധാർമ്മികതയിലും വലിയ അർത്ഥമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോ ചാൻസലർ എന്ന രീതിയിൽ ഹൈ അക്കാഡമിക് എക്സലൻസ് ഉള്ള പേര് ഞങ്ങൾ പ്ലേസ് ചെയ്തു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഫയലുകൾ പരിശോധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം മ്യൂസിയം SHO ഇന്ന് കൊച്ചിയിലെത്തി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ കണ്ടു. പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരിയെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ സർക്കാർ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച വിവാദമായ കേസിലാണ് പ്രോസിക്യൂഷൻ വീഴ്ചയെ തുടർന്ന് പ്രതിക്ക് ജാമ്യം ലഭിച്ചത്. 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യത്തിനായി പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടെ അട്ടിമറിച്ചുവെന്നായിരുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ റിപ്പോർട്ട്. പോലീസ് പരാതിക്ക് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മ്യൂസിയം SHOയിൽ നിന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വിവരം തേടിയത്. പ്രതിയുടെ ജാമ്യം എതിർത്തുള്ള പോലീസ് റിപ്പോർട്ടും കേസ് ഡയറിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ DGP അസഫ് അലി പരിശോധിക്കും. കമ്മീഷണറുടെ റിപ്പോർട്ടിന് പിന്നാലെ ഗീനാകുമാരിയെ മാറ്റാനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കാൻ ED നാളെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലെ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ കക്ഷി ചേർന്നിരുന്നു. 12-13 പ്രതികളുടെ ജാമ്യാപേക്ഷ നാളെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നുമുണ്ട്. 24 തിരുവനന്തപുരം. ഭർതൃപീഡനത്തിൽ ഒരു ജീവൻ കൂടി. ഫസ്റ്റ് ഓൺ 24 തിരുവനന്തപുരം ആറ്റുകാലിൽ ആത്മഹത്യ ചെയ്ത യുവതിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് ഭർത്താവ് അതുലിന്റെ കുറ്റസമ്മതം. അതുലിനെതിരെ തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന മർദ്ദനം പലരോടും പറഞ്ഞിരുന്നതായി ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. ആരതി അമ്മയ്ക്കയച്ച വാട്സാപ്പ് ചാറ്റും പുറത്തുവന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ കാര്യം പറഞ്ഞ് അത് സോൾവ് ആക്കി വിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പുള്ള പ്രശ്നമായിരുന്നു. കുറച്ച് നാളിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വീട്ടിൽ വന്നിരുന്നു. ഇവിടെ 2 ദിവസം നിന്ന് 2 ദിവസം ഒരു ദിവസം പക്ഷെ ഞായറാഴ്ച പോയി. നല്ല സന്തോഷമായിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ ചില ഉപദ്രവിക്കാറുണ്ട്. അവൻ പറയുന്ന ഇവള് പ്രശ്നമാക്കുന്നതുകൊണ്ടാണ് അവൻ ഉപദ്രവിച്ചത്, ഇനി ഞാൻ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. രണ്ട് മാസം കൊണ്ട് അങ്ങനെ ഒന്നും പറയാറില്ലായിരുന്നു. നമ്മൾ പറഞ്ഞ് വാണിംഗ് കൊടുത്തു വിട്ടതിന് ശേഷം അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലാതെയാണ് നിന്നത്. നല്ലതുപോലെ ഇവിടെ ശനിയാഴ്ചയും വന്നിട്ടാണ് പോയത്. പിന്നെ ജിബിൻ ജെബിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജിബിൻ, ഈ ആരതിയെ അതുൽ മർദ്ദിക്കുന്ന കാര്യം അത് മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു എന്നാണല്ലോ അവരുടെ ഇപ്പോഴത്തെ ഈ പ്രതികരണം വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ജിബിൻ? ഉന്മേഷ് തന്നെയാണ് ഈ ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും എഴുതിയിരുന്നത്. കാരണം വിവാഹത്തിന് ശേഷം ഭർത്താവ് തന്നെ നിരന്തരം ശാരീരികമായും മാനസികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 പേരുടെയും വീട്ടുകാരോട് പറഞ്ഞിരുന്നു. പക്ഷേ ആരും തന്നെ തന്നോടൊപ്പം നിൽക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഇനി ഈ ജീവിതവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, താൻ ഈ ലോകത്തോട് വിട പറയുന്നു എന്നാണ് ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും എഴുതിയിരുന്നത്. ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ മാതാപിതാക്കളുടെ പ്രതികരണത്തിലുമുള്ളത്. അതുപോലെ ഈ അതുലിൻ്റെ കുറ്റസമ്മതത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. കാരണം വിവാഹം കഴിയുന്നത് 2024 ഡിസംബറിലാണ്. അതിനുശേഷം ഏകദേശം 6 മാസത്തിന് ശേഷം ഇവർ അവിടെ നിന്ന് ഇവരുടെ സ്വന്തം വീടെന്ന് പറയുന്നത് ആരതിയുടേത് വർക്കലേതും അതുപോലെ അതുലിൻ്റെത് പാലോട് ഭരതനൂരുമാണ്. അവിടെ നിന്നാണ് വാടക വീട്ടിലേക്ക്, തിരുവനന്തപുരം ആറ്റുകാലുള്ള വാടക വീട്ടിലേക്ക് ഇവർ താമസം മാറി എത്തുന്നത്. അവിടെ വെച്ച് ഭർത്താവ് അതുലിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാണ് ആതിര ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ആതിര അമ്മയ്ക്ക് ഏകദേശം 2 മാസങ്ങൾക്ക് മാർച്ച് മാസം 17-ാം തീയതി അമ്മയ്ക്ക് അയച്ച ഒരു വാട്സപ്പ് സന്ദേശത്തിന്റെ വിവരങ്ങൾ കൂടി ഇന്ന് പുറത്തേക്ക് വന്നു. അതിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുൽ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, അതുൽ
അതുൽ മർദ്ദിച്ചതിന് ശേഷം തനിക്ക് ശരീരത്തിലുണ്ടായ മുറിപ്പാടുകൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ അമ്മയ്ക്ക് അയച്ചുകൊണ്ടാണ് ആതിര ഇക്കാര്യം അറിയിക്കുന്നത്. പക്ഷേ ആ ചാറ്റിലും അമ്മ അവസാനം പറഞ്ഞു വെക്കുന്നത് ഇത് ആരോടും ഇനി പറയേണ്ട, നീ ആയിട്ടൊന്നും ചെയ്യാൻ പോകണ്ട എന്നുള്ളൊരു കാര്യമാണ് ആ ചാറ്റിന്റെ അവസാനം അമ്മ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതായത് ആതിര ഇക്കാര്യങ്ങൾ തനിക്ക് ഗുരുതരമായി തന്നെ ഭർത്താവിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞിട്ട് പോലും വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നതാണ് ആ വാട്സപ്പ് സന്ദേശം എന്ന് പറയുന്നത്. എന്തായാലും പോലീസിന് മുന്നിൽ അതിലിപ്പോൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. താൻ ഭാര്യയായിട്ടുള്ള ആതിരയെ നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് മുന്നിൽ അതുൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അതുലിനെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയതിനെതിരെ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് നിയമനം പാർട്ടിയുടെ അടിവേര് ഇളക്കുമെന്ന് PM നിയാസ് 24നോട് പറഞ്ഞു. വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്തില്ലെന്നും തീരുമാനം തിരുത്താൻ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് വ്യക്തമായ അഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഇത്തരം സുപ്രധാനമായ തീരുമാനങ്ങളിലൊക്കെ ഒന്നല്ലല്ലോ, ഒന്നിനു പിറകെ എത്ര എണ്ണമാണ് വന്നത്. ഞാനതിലൊന്നും എനിക്ക് ബാധകമായ കാര്യമല്ല. എനിക്ക് പാർട്ടിക്ക് ബാധകമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുപ്രധാനമായ ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി ഫോറം അതിന് ഫോറം ഉണ്ടാക്കി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ഇത് പാർട്ടിക്ക് അടിവേരിളക്കുന്ന ഒരു തീരുമാനമാണ്. അത് പാർട്ടിയുടെ സാധാരണക്കാരായ ആളുകളെ നെഞ്ചത്ത് കുത്തുന്ന അഭിപ്രായമാണ്. അവരൊരിക്കലും സഹിക്കുന്ന കാര്യമല്ല. അത് എനിക്ക് വേണ്ടിയല്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഞാൻ. അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. എൻ ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചത് പരിശോധനയ്ക്ക് ശേഷം എന്നാണ് തദ്ദേശ മന്ത്രി KM ഷാജിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയല്ല, താനാണ് പേര് നിർദ്ദേശിച്ചതെന്നും KM ഷാജി പറഞ്ഞു. നല്ല വിശ്വാസിയാവുന്നത് ഈ രാജ്യത്ത് അങ്ങനെ ഒരു തെറ്റാവുക, എല്ലാത്തിനും അങ്ങനെ കാണാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ പറഞ്ഞോളൂ. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കൊടുത്ത പ്രൊഫൈൽ ക്യാബിനറ്റ് അംഗീകരിക്കുകയാണ്. അതിന് മുഖ്യമന്ത്രിക്ക് പോലും നിങ്ങൾ അതിനെ കുറ്റം പറയേണ്ട. അത് ആ പ്രൊഫൈൽ മുഴുവൻ ചെക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓൾ വേറെ ബോർഡ്സ് എടുത്ത് അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ കമ്മീഷണറാക്കി വെച്ചിരിക്കുന്നത്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്. ദീപക്, എന്താണ് എതിർപ്പിന് കാരണം? ദീപക്, ഡോക്ടർ ഉന്മേഷ്, ശേഷാദ്രിനാഥന്റെ നിയമനത്തിനെ പൂർണ്ണമായും സർക്കാർ അത് സാധൂകരിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി സംസാരിച്ചു. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷമാണ് KPCC സെക്രട്ടറി അതിശക്തമായ നിലപാടുമായി PM നിയാസ് എത്തിയത്. അഡ്വക്കേറ്റ് PM നിയാസ് പറഞ്ഞത് ഈ തീരുമാനം തിരുത്തണം. ഇത് രാഷ്ട്രീയമായി ഏറ്റവും വലിയ തിരിച്ചടി, അതായത് കോൺഗ്രസിന്റെയും UDFന്റെയും അടിവേരിളക്കുന്ന ഒരു തീരുമാനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം തിരുത്തണം. തിരുത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകും. മാത്രവുമല്ല, അദ്ദേഹം KPCC സെക്രട്ടറി അയച്ച കത്തിന്റെ പകർപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു, ഈ രാഷ്ട്രീയ തീരുമാനമാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. രാഷ്ട്രീയമായ കൂടിയാലോചനകളില്ലാതെ ഇത്തരം തീരുമാനം കോൺഗ്രസിനും UDFനും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം KPCC പ്രസിഡന്റിന് കത്തയച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം നമ്മളോട് ഒരു കാര്യം കൂടി പറയുന്നു. KPCC അധ്യക്ഷനുള്ള ഒരു ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരുന്നു. എന്താണ് ഇത്ര തിടുക്കം ഇങ്ങനെ നിയമിക്കാൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകേണ്ട ഒരു നിയമനമാണത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇല്ലാതെ തീരുമാനമുണ്ടായതിൽ അതിശക്തമായ പ്രതിഷേധമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി നിയമനത്തിൽ TVKയോട് എതിർപ്പറിയിച്ച CPI KVN പ്രൊഡക്ഷൻസ് ഉടമ വെങ്കട്ട് നാരായണന്റെ നിയമനം പുനഃപരിശോധിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. എന്നാൽ നിയമനത്തിൽ തെറ്റില്ല എന്ന നിലപാടിലാണ് VCK. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്. മനേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, KVN പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് നായകനായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങാനിരുന്ന ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ദീർഘകാലമായിട്ടുള്ള ബന്ധം വിജയ്ക്കും അതുപോലെ തന്നെ ഈ ഇപ്പോൾ നിയമിച്ചിട്ടുള്ള വെങ്കട്ട് നാരായണിക്കുമുണ്ട്. ഇദ്ദേഹം കർണാടകക്കാരനാണ്. അപ്പോൾ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തോതിലുള്ള ഒരു വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാടിനെ അറിയാത്ത, തമിഴ്നാട് രാഷ്ട്രീയം അറിയാത്ത, സംസ്കാരം അറിയാത്ത ഒരാളെ ഡൽഹിയിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ ഡൽഹിയിൽ പ്രതിനിധിയാക്കി വെക്കുന്നത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPI കൂടി, നമുക്കറിയാം CPIയുടെ പിന്തുണയോടുകൂടിയാണ് TVK ഭരണം നടത്തുന്നത്. സ്വാഭാവികമായും CPIയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു പ്രതികരണം വരുന്നു. അതായത് ഈ നിയമനം പുനഃപരിശോധിക്കണമെന്നുള്ളതാണ് CPI പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. കർണാടകക്കാരനാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയമോ തമിഴ്നാടിൻ്റെ സംസ്കാരമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം നിർബന്ധമായും പുനഃപരിശോധിക്കണമെന്നുള്ളതാണ് CPI പറയുന്നത്. പക്ഷേ വിടുതലെ സിരുത്തേക്കൽ കക്ഷിയുടെ അധ്യക്ഷനായിട്ടുള്ള തോൾ തിരുമാവലവൻ പറയുന്നത്
അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം വലിയ പോളിസി മേക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ട ഒരു പോസ്റ്റിംഗ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിയമനം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഭരണത്തിൽ പങ്കാളിയായിട്ടുള്ള അല്ലെങ്കിൽ ഭരണത്തിന് പിന്തുണ നൽകുന്ന കക്ഷികൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കൂടി എത്തുകയാണ് ഈ ഡൽഹിയിലെ തമിഴ്നാട് സർക്കാരിന്റെ പ്രതിനിധി നിയമനവുമായി ബന്ധപ്പെട്ട്. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ഇനി ഫുട്ബോൾ ലോകകപ്പ് വാർത്തയിലേക്ക്. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് റൗണ്ടിൽ അർജന്റീനയ്ക്ക് സമ്പൂർണ്ണ ജയം. 1-3 ഗോളിന് ജോർദാനെ തോൽപ്പിച്ചു. പോർച്ചുഗൽ കൊളംബിയയോട് ഗോൾരഹിത സമനിലയിൽ കുരുങ്ങിയപ്പോൾ ജയത്തോടെ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും നോക്കൌട്ടിലെത്തി. അർജന്റീനയുടെ ബെഞ്ച് പവർ കണ്ട ആദ്യ പകുതി. മെസ്സി ഉണ്ടെങ്കിൽ അർജന്റീന സൂപ്പർ പവർ എന്നുറപ്പിച്ച അവസാന 30 മിനിറ്റ്. ഗ്രൂപ്പിലെ 3 കളിയും ജയിച്ച റൗണ്ട് ഓഫ് 32ലേക്ക് ലോക ചാമ്പ്യന്മാരുടെ ഗ്രാൻഡ് മാർച്ച്. ജോർദാനെതിരെ അർജന്റീന കളത്തിലെത്തിയത് ഓസ്ട്രിയക്കെതിരായ 11-ൽ നിന്ന് 9 മാറ്റങ്ങളുമായി. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച അർജന്റീനയെ ഇടിച്ചു വീഴ്ത്തുകയല്ലാതെ ജോർദാന് വഴികളില്ലായിരുന്നു. പക്ഷെ കൊടുക്കേണ്ടി വന്നത് വലിയ വില. 19-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടുമുന്നിൽ കിട്ടിയ ഫ്രീ കിക്ക് പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് ഒരു മഴവില്ലു കണക്കെ വളച്ചിറക്കി ജിയോവാനി ലോ സെൽസോ. 30-ാം മിനിറ്റിൽ വീണ്ടും ജോർദാന്റെ പരുക്കൻ കളി. ബോക്സിനുള്ളിൽ മാർക്കോസ് സെനേസിയുടെ മുഖത്ത് ചവിട്ടിയതിന് പെനാൽറ്റി അല്ലാതെ മറ്റെന്തു കൊടുക്കാൻ. കിക്കെടുത്ത ലൗട്ടോറോ മാർട്ടിനസ് അനായാസം പന്ത് വലയിലാക്കി. 55-ാം മിനിറ്റിൽ ഒരു ഗോൾ മടക്കി ജോർദാൻ ലോക ചാമ്പ്യന്മാരെ ഒന്ന് വിറപ്പിച്ചു. എന്നാൽ ലിയോണൽ മെസ്സി പകരക്കാരനായി ഇറങ്ങിയതോടെ കളി വീണ്ടും അർജന്റീനയുടെ കയ്യിൽ. ഒടുവിൽ 80-ാം മിനിറ്റിൽ ജോർദാൻ പ്രതിരോധക്കാർക്കിടയിലൂടെ ഗോൾ കീപ്പറെയും കാഴ്ചക്കാരനാക്കി മെസ്സിയുടെ നിലംപറ്റയുള്ള കിഡിലൻ ഫ്രീ കിക്ക്. കൊളംബിയയോട് ഗോൾരഹിത സമനിലയിൽ കുരുങ്ങിയ പോർച്ചുഗൽ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായാണ് നോക്കൌട്ടിലെത്തിയത്. പാനമയെ ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും നേടിയ ഗോളുകളിൽ തോൽപ്പിച്ച ഇംഗ്ലണ്ടും ഗാനയ്ക്കെതിരെ 2-1 ജയത്തോടെ ക്രൊയേഷ്യയും ഗ്രൂപ്പ് എല്ലിൽ നിന്ന് നോക്കൌട്ടിലെത്തി. അടിയും തിരിച്ചടിയും കണ്ട കളിയിൽ 3-3 സമനിലയ്ക്ക് കൈകൊടുത്ത അൾജീരിയയും ഓസ്ട്രിയയും അവസാന 32-ലെത്തി. ഉസ്ബെക്കിസ്ഥാനെതിരെ പിന്നിൽ നിന്ന് പൊരുതിക്കയറി 3-1 ജയിച്ച കോങ്കോ ലോകകപ്പിലെ ടീമിന്റെ ആദ്യ ജയവും ആദ്യ നോക്കൌട്ട് ക്വാളിഫിക്കേഷനും സ്വന്തമാക്കി. വേൾഡ് കപ്പ് ഡെസ്ക്